ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ CCTV അതുപോലെ തന്നെ ക്യാമറ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. വയറിങ്ങിൻ്റെ സമയത്ത് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോസാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ വയറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന് വേണ്ട ബോക്സ് കാര്യങ്ങൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന 4x4 PVC ബോക്സ് വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ക്യാമറ വേണമെങ്കിലും ഫ്രണ്ടിലേക്കാണെങ്കിലും ആ സൈഡുകളിലേക്കാണെങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ കൊടുക്കാവുന്ന രീതിയിൽ അതിൻ്റെ ശേഷം കൺസീൽ ചെയ്തതിന് ശേഷം ഫ്ലോറിലൂടെ വെട്ടി കൊണ്ടുവന്ന പൈപ്പ് ഒരു ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 3/4 ഇഞ്ച് പൈപ്പാണ് നമ്മൾ വാട്ടർ ലൈനിൻ്റെ പൈപ്പ് തന്നെ ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് ഏരിയ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നതാണ്. ഫ്രണ്ട് ഏരിയയിൽ നമുക്ക് കിട്ടുന്ന ക്യാമറ നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബോക്സ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ താഴേക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡ് വീടിൻ്റെ ബാക്ക് സൈഡിൽ 4x4 ബോക്സാണ് PVC ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുക്കുന്ന PVC ബോക്സ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് നമുക്ക് ക്യാമറ കൊടുക്കാം, അപ്പുറത്തെ സൈഡിലേക്കും ബാക്ക് സൈഡിലേക്കും ക്യാമറ കൊടുക്കാം. എത്ര ക്യാമറയുടെ കേബിൾ വേണമെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ വലിച്ചെടുക്കാൻ സാധിക്കും. അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ 3/4 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പ്ലംബിങ്ങിൻ്റെ പൈപ്പ് കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ പ്ലംബിങ്ങിൻ്റെ പൈപ്പ് വീടിൻ്റെ അകത്തേക്കാണ് നമ്മൾ ആ കാണുന്ന PVC ബോക്സിന് തുളച്ചിട്ടതിന് ശേഷം ഫ്ലോറിലൂടെ പൈപ്പ് കൊണ്ടുപോയി നമ്മൾ TV ഇരിക്കുന്ന ടിവിയുടെ ഏരിയയിലാണ് നമ്മൾ മോണിറ്റർ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് DVR വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടിവിയുടെ ഏരിയയിൽ തന്നെ DVR വയ്ക്കുന്ന രീതിയിലേക്ക് നമ്മൾ എല്ലാ ക്യാമറകളിൽ നിന്നുള്ള പൈപ്പ് ലൈൻ നേരെ നമ്മൾ അവിടേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പൈപ്പ് നമ്മൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കംപ്ലയിൻറ്റ് വന്നാലും ക്യാമറയ്ക്ക് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും ഭാവിയിൽ കംപ്ലയിൻറ്റ് വന്നാലും വയർ മാറ്റണമെങ്കിൽ കൂടി വളരെ സിമ്പിളായിട്ട് തന്നെ വയർ വലിച്ചു മാറ്റാൻ സാധിക്കും. അതുകൂടാതെ തന്നെ എത്ര ക്യാമറയ്ക്ക് വേണമെങ്കിലും 2 or 3 ക്യാമറയ്ക്ക് വേണമെങ്കിൽ ഈ പൈപ്പിലൂടെ നമുക്ക് വയർ വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് വരുന്ന ഫ്രണ്ട് ഏരിയയിൽ വരുന്ന ക്യാമറയാണെങ്കിലും ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന ക്യാമറകളാണെങ്കിലും നമ്മൾ കൊണ്ടുപോയി ഒരു 4x4 വെച്ചതിന് ശേഷം നേരത്തെ കാണിച്ച പോലെ 4x4 PVC വയ്ക്കുക. അതിനുശേഷം അതൊരു ബോക്സ് അതിൻ്റെ ഫ്രണ്ടിൽ 4x4 ഷീറ്റ് വെച്ച് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിലൂടെ കേബിളുകൾ വലിച്ചെടുക്കാൻ സാധിക്കും. അത് വളരെ സിമ്പിളായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ആ 4x4 PVC ബോക്സുമ്പോൾ തന്നെ ക്യാമറ വേണമെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 4x4 ബോക്സ് വെച്ചതിന് ശേഷം എത്ര സൈഡുകളിലേക്ക് 2 സൈഡുകളിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് വലിച്ചെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കംപ്ലയിൻറ്റ് വന്നാലും പിന്നീട് നടക്കുന്ന എന്ത് കംപ്ലയിൻറ്റ് വന്നാലും നമുക്ക് ആ കേബിൾ വേണമെങ്കിൽ മാറിക്കളയാൻ ഓപ്ഷൻസ് നടക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ വലിച്ചെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 4x4 PVC ബോക്സിൽ നിന്ന് ഒരു വയർ വലിച്ച് നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ടിവിയുടെ മോണിറ്ററിൻ്റെ ഏരിയയിൽ നമ്മൾ കൊണ്ടുപോയിടുക. അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വയർമ കെട്ടി നമുക്ക് സിമ്പിളായിട്ട് തന്നെ വലിച്ചെടുക്കാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ഒരു വയർ എടുത്തതിന് ശേഷം വയർ ആ കേബിളൂടെ വന്നതിന് ശേഷം കണ്ടോ വയർ കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ പൈപ്പിലും നമ്മൾ ഇതുപോലെ ഒരു പൈലറ്റ് വയർ പോലെ ഒരു എക്സ്ട്രാ ഒരു വയർ വലിച്ചിട്ടേക്കുക. ഈ ഒരു വയറിൻ്റെ തുമ്പ് നമ്മൾ കാണുന്ന PVC ബോക്സിലായിരിക്കണം. അപ്പോൾ ആ PVC ബോക്സിൽ കാണുന്ന വയറിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം കെട്ടി വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ മാറ്റി ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.